കിങ്ഡം. നമ്മളങ്ങനെ കിങ്ഡം മൂവി കണ്ടിറങ്ങി. പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ പടത്തിന്റെ മേക്കിങ്, അഭിനയം, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വലിയ ബോറടി ഒന്നും ഇല്ലാതെ പടം കാണാൻ പറ്റി. പിന്നെ നല്ല നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട്. അങ്ങനെ പടം മൊത്തത്തിൽ കൊള്ളാം, കണ്ടിരിക്കാം. അതായത് നമുക്കിപ്പം ഒരു 2 മണിക്കൂർ 40 മിനിറ്റ് അങ്ങനെ മൂവി ഉള്ളത്. അത് എവിടെയും ഒരു ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതേപോലെ ഒരു ബോറടി ഒന്നും തോന്നാതെ കണ്ടിരുന്നു. പിന്നെ പാട്ട് സീൻസ്, ഇപ്പോൾ അനിരുദ്ധാണ് മ്യൂസിക് എന്നൊക്കെ കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല പാട്ടുകളൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ വലിയൊരു അങ്ങനത്തെ അനിരുദ്ധിൻ്റെ അടുത്ത് നിന്നുള്ള ഇതിനു മുമ്പിലത്തെ മൂവികളിലൊക്കെ ചെയ്തിരിക്കുന്ന പാട്ടുകൾ പോലെയുള്ള പാട്ടുകളൊന്നും ഇല്ല. ഞാനതൊക്കെ എക്സ്പെക്ട് ചെയ്തായിരുന്നു പോയത്. പക്ഷെ അങ്ങനത്തെ പാട്ടുകളൊന്നുമില്ല. പക്ഷെ പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ തമിഴ്, ശ്രീലങ്കൻ തമിഴ് ഒക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടും കേട്ടിരിക്കാനായിട്ട് പറ്റും. പിന്നെ മൊത്തത്തിൽ ഒരു സിനിമയായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഫൈറ്റ് സീൻസും അതിലുള്ള എന്താ പറയുക, ഇവരുടെയൊക്കെ അഭിനയവും ഒക്കെ നമുക്ക് അടിപൊളി. മൊത്തത്തിൽ പടം മേക്ക് ചെയ്തത് കൊള്ളാം. വിജയ് ദേവരക്കൊണ്ടയുടെ പടങ്ങൾ, ഇതിനു മുമ്പുള്ള പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറേ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കിങ്ഡം ഇറങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ പോയി കണ്ടു. പടം ഓക്കെ, കൊള്ളാം. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.